കുറച്ച് ദിവസങ്ങളായി എല്ലാവരും കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് സിന്ധു നദി കരാറിനെ കുറിച്ച്. 9 വർഷങ്ങൾ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 സെപ്റ്റംബർ 19 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും സിന്ധു നദി കരാറിൽ ഒപ്പുവെച്ചു. സിന്ധു വ്യവസ്ഥയിലെ 6 നദികളെയാണ് ഈ ഉടമ്പടി ബാധിക്കുന്നത്. പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് പാകിസ്ഥാൻ അനുവദിച്ചതും കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവ ഇന്ത്യക്ക് അനുവദിച്ചതുമാണ്. 60 വർഷങ്ങളായി ഈ ഉടമ്പടി ലംഘിക്കാതെ നിലനിന്ന് പോകുന്നുണ്ട്. അതായത് സിന്ധു നദിയുടെ 80% പാകിസ്ഥാനും ബാക്കി 20% ഇന്ത്യക്കും ലഭിച്ചു. പിന്നെ ഈ 80%-ൽ നിന്നും ഇന്ത്യക്ക് എന്തെങ്കിലും ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉപയോഗങ്ങൾ മാത്രം. അതായത് ജലസേചനം, നേവിഗേഷൻ, പിന്നെ കുറെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ള വൈദ്യുതി ഉൽപാദനം. റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ തോതിലുള്ള ഉപയോഗങ്ങൾക്കായിട്ട് നമുക്ക് ജലം എവിടെയും സംഭരിച്ചു വെക്കാൻ പറ്റില്ല. പിന്നെ ജലത്തിന്റെ ദിശ തിരിച്ചുവിടാൻ പാടില്ല. അങ്ങനെയൊക്കെ. ഓക്കെ, ബൈ.